മെസ്സിയിലേക്ക് ബോൾ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. മെസ്സിയിലേക്ക് ബോൾ എത്തിക്കാതിരിക്കുക, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ബാക്കി ഡിഫൻസ് ആളുകളെല്ലാവരും തന്നെ മുന്നിൽ കളിക്കുന്നുണ്ട്. മെസ്സിയിലേക്ക് ബോൾ എത്തിക്കാതിരിക്കുന്ന വഴികൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ളൊരു പ്ലേ ആണ് ഇപ്പോൾ കാണുന്നത്. ഈ പറയുന്ന പോലെ ലാറ്റിൻ അമേരിക്കൻസ് എടുത്തുന്ന ഒരു രീതിയിലുള്ള കളിയാണ് ഇപ്പോൾ യൂറോപ്യൻ സൈഡിലെ സ്വിറ്റ്സർലാൻഡ് എടുത്ത് കളിക്കുന്നത്. ലൈക്ക് കുറച്ചുകൂടി ഒരു ടാക്കിൾ ചെയ്യുമ്പോൾ കുറച്ച് അഗ്രസീവായിട്ടും ബോഡി പ്രസ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. നമുക്കിപ്പോൾ ചേരുകയാണ്. ചെറിയൊരു ടെൻഷൻ ഉണ്ടോ? ടെൻഷനല്ല, ഇതിപ്പം സ്വിറ്റ്സർലാൻഡ് കുറച്ചുകൂടി ഒരു പ്രസ്സിങ് ഗെയിമാണ് കളിക്കുന്നത്, പക്ഷേ കുറച്ച് റഫ് ഗെയിമാണ് കളിക്കുന്നത്. കാരണം റഫ് ഗെയിം കളിക്കുന്നത് കൊണ്ട് തന്നെ അവർ അറ്റാക്ക് ചെയ്താണ് കളിക്കുന്നത്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് ഇനി ആ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ഇതൊരു മോശമാകാൻ പോകുന്ന സ്ഥിതിയിലാണ് കാണുന്നത്. അതാണ് റഫ് ഗെയിം എന്നും പ്രസ്സിങ് ഗെയിം എന്നും പറയുന്നത്. കാരണം ഇതിനകത്ത് ഇവരെടുത്തിരിക്കുന്ന ഒരു ടാറ്റിക്സ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ മനസ്സിലായത് മെസ്സിയിലേക്ക് ബോൾ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. മെസ്സിയിലേക്ക് ബോൾ എത്തിക്കാതിരിക്കുക, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ബാക്കി ഡിഫൻസ് ആളുകളെല്ലാവരും തന്നെ മുന്നിൽ കളിക്കുന്നുണ്ട്. മെസ്സിയിലേക്ക് ബോൾ എത്തിക്കാതിരിക്കുന്ന വഴികൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ളൊരു പ്ലേ ആണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ പറയായിരുന്നു ഈ സ്വിസ് ബാങ്കിൽ മക്കലിസ്റ്ററുടെ ഒരു FD വന്ന് വീണിട്ടുണ്ട്, പക്ഷേ ഈ ബാങ്ക് തിരിച്ച് പലിശ സഹിതം കൊടുക്കുമെന്നുള്ളതാണ്. ഇതിപ്പോൾ കൃത്യമായിട്ട് ഇനി അടുത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വലിയ ഗോളുകൾ വരുന്ന ഒരു മാച്ചായി മാറില്ല എന്നുള്ളത്. ഒരു 2-1 അല്ലെങ്കിൽ ഈ പറഞ്ഞ 1-0 അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് എന്തായാലും കളി മാറുള്ളതെന്ന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഈ പറയുന്ന പോലെ ലാറ്റിൻ അമേരിക്കൻസ് എടുത്തുന്ന ഒരു രീതിയിലുള്ള കളിയാണ് ഇപ്പോൾ യൂറോപ്യൻ സൈഡിലെ സ്വിറ്റ്സർലാൻഡ് എടുത്ത് കളിക്കുന്നത്. ലൈക്ക് കുറച്ചുകൂടി ഒരു ടാക്കിൾ ചെയ്യുമ്പോൾ കുറച്ച് അഗ്രസീവായിട്ടും ബോഡി പ്രസ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. അത് മോശമായാൽ കുറച്ചുകൂടി മോശമാവും. നെതർലാൻഡ് അർജന്റീന മത്സരം പോലെ, കഴിഞ്ഞ പ്രാവശ്യത്തെ മത്സരം പോലെ ചിലപ്പോൾ ആവും. നമ്മൾ കാണേണ്ടി വരും.